നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ കൊളോൺ, ബോൺ എന്നീ നഗരങ്ങളിൽ മാർച്ച് 6 വെള്ളിയാഴ്ച പൊതുഗതാഗത മേഖലയിൽ പണിമുടക്ക് നടക്കും. ബസ്സുകളും ട്രെയിനുകളും ഓടില്ല. ശമ്പള വർധനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് തൊഴിലാളി സംഘടനയായ വേർഡി ഒരു ദിവസത്തെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാർച്ച് 6 വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് മാർച്ച് 7 ശനിയാഴ്ച പുലർച്ചെ 3 മണിക്കാണ് അവസാനിക്കുന്നത്. കൊളോണിലെ കാഫബിയുടെ കീഴിലുള്ള എല്ലാ ബസ്സുകളും സിറ്റി ട്രെയിനുകളും അതായത് സ്റ്റാർട്ട് ബാൻ ഉൾപ്പെടെ വെള്ളിയാഴ്ച സർവീസ് നടത്തില്ല. എന്നാൽ സബ് കോൺട്രാക്ട് എടുത്തിട്ടുള്ള സ്വകാര്യ കമ്പനികളുടെ ചില ബസ്സുകൾ ഓടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാഫബി കസ്റ്റമർ കെയർ സെന്ററുകളും നാളെ അടഞ്ഞുകിടക്കും. ബോണിലെ സ്ഥിതിയും ഇതുപോലെയാണ്. SWB എന്ന പൊതുഗതാഗത കമ്പനിയാണ്, അവിടുത്തെ ജീവനക്കാരാണ് പണിമുടക്ക് നടക്കുന്നത്. അതുകൊണ്ട് ബസ്സുകളും ട്രെയിനുകളും ഷെഡ്യൂൾ പ്രകാരം ഓടില്ലെന്നും അറിയിപ്പുണ്ട്. കൊളോണുമായി ബന്ധിപ്പിക്കുന്ന ലൈൻ 16, 18 എന്നീ ട്രെയിനുകളും രാത്രി സർവീസ് നടത്തുന്ന നൈറ്റ് ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബോണിലെയും സർവീസ് സെന്ററുകൾ അതായത് വെള്ളിയാഴ്ച പ്രവർത്തിക്കില്ല. യാത്രയ്ക്ക് മുൻപായി അതായത് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ആപ്പുകൾ മുൻകൂട്ടി പരിശോധിച്ച് യാത്ര ഉറപ്പുവരുത്തണം എന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ജർമ്മനിയിൽ മരുന്നുകളിലും ഭക്ഷണ സാധനങ്ങളിലും ലോഹ കഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിച്ചു. മരുന്നിലും മസാലപ്പൊടിയിലുമാണ് ലോഹ കഷണങ്ങൾ കണ്ടെത്തിയത്. പ്രമുഖ വേദന സംഹാരിയായ ഇബുപ്രോഫനിലും പ്രശസ്ത ബ്രാൻഡായ അങ്കർക്രൗട്ടിന്റെ മസാലപ്പൊടികളിലുമാണ് ലോഹ കഷണങ്ങൾ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ബാച്ചുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇബുപ്രോഫൻ 600 mgയും അത് സെന്റിവ കമ്പനിയുടെ ഈ ഗുളികയുടെ പാക്കറ്റിലാണ് ലോഹകഷണം കണ്ടെത്തിയത്. മുൻകരുതൽ എന്ന നിലയിൽ 5, 6, 25, 14 എന്ന ബാച്ച് നമ്പറിലുള്ള മരുന്നുകൾ മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഫാർമസികളിലും തിരിച്ചു വിളിക്കാനാണ് ഉത്തരവ്. അതുപോലെ തന്നെ അങ്കർക്രൗട്ട് മസാല കൂട്ടുകളും പിൻവലിക്കാൻ ഉത്തരവുണ്ട്. ഇതിന്റെ അപകട സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ കൂർത്തതോ നീളമുള്ളതോ ആയ ലോഹകഷണങ്ങൾ ദഹനനാളത്തിന്റെ ഭിത്തികളിൽ പോറലുകൾ ഉണ്ടാക്കാനോ ചെറുകുടലിൽ സുഷിരങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. ഇത് അണുബാധയ്ക്കും പഴുപ്പിനും കാരണമാകും. ഇറാൻ US സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന ജർമ്മൻ പൗരന്മാരുമായുള്ള ആദ്യ വിമാനം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. ഒമാനിലെ മസ്കറ്റിൽ നിന്നുള്ള ലുഫ്താൻസ LH345 വിമാനമാണ് വ്യാഴാഴ്ച രാവിലെ ലാൻഡ് ചെയ്തത്. യാത്രക്കാരായി സ്ത്രീകളും കുട്ടികളും രോഗികളും അടക്കം 250-ലധികം ആളുകൾ വിമാനത്തിലുണ്ടായിരുന്നു. ഇറാന് നേരെയുള്ള US ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിയവരെ റോഡ് മാർഗം മസ്കറ്റിൽ എത്തിച്ച ശേഷമാണ് ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നത്. ജർമ്മനി ഉൾപ്പെട്ട 5 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക അഭയാർത്ഥി മടക്കയാത്രാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ജർമ്മനിയെ കൂടാതെ നെതർലാൻഡ്സ്, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഗ്രീസ് എന്നീ രാജ്യങ്ങളാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായത്. നിലവിൽ വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ, മൗറിറ്റാനിയ എന്നിവിടങ്ങളിലാണ് ജർമ്മനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ വടക്കൻ ഇറാഖിലെ കുർദിഷ് മേഖലകളും ഉഗാണ്ടയും പരിഗണനയിലുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിക്കുന്നത് ജർമ്മനിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും സ്വന്തം രാജ്യങ്ങൾ ഇവരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതോ പാസ്പോർട്ട് രേഖകൾ നൽകാത്തതോ കാരണം ഇവരെ പുറത്താക്കാൻ ജർമ്മനിക്ക് കഴിയുന്നില്ല. പുതിയ കേന്ദ്രങ്ങൾ വഴി ഈ പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. എന്നാൽ പുതുതായി ജർമ്മനി നടപ്പിലാക്കാൻ പോകുന്ന ഈ അഭയാർത്ഥി മടക്ക യാത്രാ കേന്ദ്രങ്ങൾ എന്ന നിയമം സാധാരണക്കാരായ മലയാളി കുടിയേറ്റക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് ഇനി പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ നിയമപരമായ രേഖകളോടെ ജർമ്മനിയിൽ എത്തുന്നവർക്ക് ഈ നിയമം ഭീഷണിയല്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അഭയാർത്ഥിയായി ജർമ്മനിയിൽ എത്തുകയും അവരുടെ അപേക്ഷ ജർമ്മൻ സർക്കാർ നിരസിക്കുകയും ചെയ്യുമ്പോഴാണ്. മലയാളികൾക്കുള്ള ആശ്വാസം, കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം പേരും സ്റ്റുഡന്റ് വിസയിലോ തൊഴിൽ വിസയിലോ അല്ലെങ്കിൽ ഫാമിലി വിസയിലോ ആണ് ജർമ്മനിയിൽ എത്തുന്നത്. ഇത്തരം നിയമപരമായ വിസയുള്ളവർക്ക് ഈ പുതിയ നിയമം ബാധകമല്ല. എന്നാൽ നിയമവിരുദ്ധമായി തുടരുന്നവർ ആണെങ്കിൽ അതായത് ഡുൾഡും താൽക്കാലിക താമസ അനുമതി രേഖയുമായി തുടരുന്ന മലയാളികൾക്ക് ഇത് ബാധകമാകും. അതുകൊണ്ട് തന്നെ വിസ നടപടികളുടെ കർശന പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ നഴ്സിംഗ് കെയർ ഗിവർ മേഖലയിലുള്ളവർ ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിലും കെയർ ഗിവർ തസ്തികയിലും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഈ നിയമം ഗുണകരമാകാനാണ് സാധ്യത. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും നിയമവിരുദ്ധമായി താമസിക്കുന്നവരെയും പുറത്താക്കുന്നതിലൂടെ നിയമപരമായി എത്തുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് ജർമ്മൻ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരോ നിയമവിരുദ്ധമായി ജർമ്മനിയിൽ താമസിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഈ നിയമം തീർച്ചയായും ബാധിക്കുകയും ചെയ്യും.
ജർമ്മനിയിൽ നികുതി ഇളവുകളെക്കുറിച്ചും പുതിയ ബജറ്റ് തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ ബുർഗർ ഗിൽഡ് നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. കർശനമായ നിയന്ത്രണങ്ങൾ, ഇതുകൂടാതെ അനധികൃത ജോലി, മൂന്നാമത് രാഷ്ട്രീയ തർക്കം. ഈ 3 കാര്യങ്ങളിലും ഉൾപ്പെടുന്നവർക്ക് ബുർഗർ ഗിൽഡിന് അവകാശം ഇല്ലാത്ത നിയമമാണ് ഇനി കൊണ്ടുവരുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ വലിയ പ്രതിസന്ധിയിലാണ്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് തുടരുകയാണ്. GPS സിഗ്നലുകൾ തടസ്സം നേരിടുന്നത് വിമാനങ്ങളുടെ സഞ്ചാരപഥം തെറ്റായി കാണിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. എയർ ഇന്ത്യ AI-121 ഡൽഹി ഫ്രാങ്ക്ഫർട്ട് വിമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന തെറ്റായ വാർത്തകളുടെ ചുരുക്കമാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സിൽ, എയർ ഇന്ത്യയുടെ AI-121 വിമാനം യുദ്ധമേഖലയായ ഇറാന്റെ വ്യോമപാതയിലൂടെ പറന്നു എന്ന രീതിയിൽ ചില സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചിരുന്നു. ഇതിനെയാണ് പലരും എയർ ഇന്ത്യ ഔറ എന്ന് വിശേഷിപ്പിച്ചത്. എയർ ഇന്ത്യ ഈ വാർത്തകൾ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ തെറ്റായ വിവരങ്ങൾ, വിമാനം അപകടകരമായ മേഖലയിലൂടെ പറന്നു എന്ന തികച്ചും തെറ്റായ വാർത്തയാണെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. GPS സ്പൂഫിംഗ്, ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ വിമാനം ഇറാന് മുകളിലൂടെ പോകുന്നതാണ് കാണിച്ചത്. ഈ മേഖലയിലെ GPS സിഗ്നലുകളിൽ ഉണ്ടായ തടസ്സമാണ് കാരണമായത്. യുദ്ധ സാഹചര്യങ്ങളിൽ സിഗ്നലുകൾ കൃത്രിമമായി മാറ്റപ്പെടാറുണ്ട്. മാറ്റിയ പാത യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾ സൗദി അറേബ്യ, ഒമാൻ എന്നിവ സുരക്ഷിതമായ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. യുദ്ധം കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് തുടരുന്നതിനാൽ യാത്രാ സമയത്തിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ യാത്രക്കാർ എല്ലാ എയർലൈനിന്റെയും ഔദ്യോഗിക സൈറ്റിൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായ കൊളോണിലെ കത്തീഡ്രലിൽ ഈ വർഷം പകുതിയോടെ പ്രവേശന ഫീസ് ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കത്തീഡ്രലിന്റെ സംരക്ഷണം, സുരക്ഷ, പ്രവർത്തന ചെലവ് എന്നിവ വർദ്ധിച്ചതാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് കാരണം. ഇക്കൊല്ലം 2ാം പകുതിയോടെ ഫീസ് ഈടാക്കി തുടങ്ങും. എത്രയാണ് ഫീസ് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്കും സെൻട്രൽ കത്തീഡ്രൽ ബിൽഡിംഗ് അസോസിയേഷൻ അംഗങ്ങൾക്കും പ്രവേശനം സൗജന്യമായിരിക്കും. വിനോദസഞ്ചാരികൾക്കാണ് ഫീസ് നൽകേണ്ടി വരിക. 2019 മുതൽ കത്തീഡ്രലിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. തുടർച്ചയായി 6 വർഷമാണ് നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കത്തീഡ്രലിന്റെ കരുതൽ ധനം വൈകാതെ തീർന്നു പോകുമെന്ന ഭയമാണ് കടുത്ത നടപടി സ്വീകരിക്കാൻ കാരണം. പ്രതിവർഷം ഏകദേശം 66 ലക്ഷം പേരാണ് ഇവിടം സന്ദർശിക്കുന്നത്. ഇതിൽ 99% വിനോദസഞ്ചാരികളാണ്. 157 മീറ്റർ ഉയരമുള്ള ഈ കത്തീഡ്രൽ ഗോത്തിക് രീതിയിലാണ് പണിതിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. 1242 നിർമ്മാണം തുടങ്ങിയെങ്കിലും 1880 ഇത് പൂർത്തിയാക്കിയത്. 2ാം ലോകമഹായുദ്ധത്തിലെ ബോംബാക്രമണങ്ങളെ അതിജീവിച്ച ചുരുക്കം ചില കെട്ടിടങ്ങളിൽ ഒന്നാണ്. ജർമ്മനിയിലെ കൊളോണിൽ താമസിക്കുന്നവർക്കും അവിടെ സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുൻ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ ന്യൂഡൽഹി സന്ദർശിച്ചു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. ന്യൂഡൽഹിയിൽ നടന്ന ആദ്യത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് മെമ്മോറിയൽ ലെക്ചറിൽ അംഗല മെർക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആഗോള മാറ്റങ്ങളുടെ കാലത്തെ ജർമ്മനിയും ഇന്ത്യയും എന്ന വിഷയത്തിലാണ് ഇവർ സംസാരിച്ചത്. ഇതുകൂടാതെ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ യുവാക്കളുമായും മെർക്കൽ മാക്സ് മുള്ളർ ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിലെ പഠന, തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തെക്കുറിച്ചും അവർ യുവാക്കളുമായി സംവദിച്ചു. ന്യൂഡൽഹിയിലെ ജർമ്മൻ എംബസി വിദ്യാർത്ഥികളുമായും അവർ സമയം ചെലവഴിച്ചു. സൗദി ഒമാൻ വ്യോമ മേഖല തുറന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും പുനരാരംഭിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും മാർച്ച് 6-ന് സർവീസ് നടത്തും. കൊച്ചിയിൽ നിന്ന് റാസൽ കൈമയിലേക്കും സർവീസ് നടത്തും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് മസ്കറ്റിലേക്ക് സർവീസ് ഉണ്ടാകുക. ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും എയർ ഇന്ത്യയാണ് സർവീസ് നടത്തുക. ജിദ്ദയിലെ 8 വിമാനങ്ങളെ ബന്ധിപ്പിച്ച് ഇൻഡിഗോയാണ് സർവീസ് നടത്തുക. ദുബായിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം അടക്കം രാജ്യത്തെ 14 വിമാനത്താവളങ്ങളിലേക്ക് ഭാഗികമായി എമിറേറ്റ്സും സർവീസ് നടത്തുന്നുണ്ട്. ദുബായിൽ നിന്നാകെ 100 സർവീസുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തുമെന്നാണ് എമിറേറ്റ്സിന്റെ അറിയിപ്പ്. ആകാശ് എയറും മുംബൈയിൽ നിന്ന് ജിദ്ദയിലേക്കും പറക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അബുദാബി, ദോഹ, റിയാദ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 7 വരെ ഉണ്ടാകില്ലെന്നും ആകാശ് എയർ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോംലാൻഡ് സെക്യൂരിറ്റി മന്ത്രിയായ ക്രിസ്റ്റി നോമിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്ക് വെയിൻ മുള്ളിനാണ് പുതിയ മന്ത്രി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്.
ഗൾഫ് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ബഹ്റൈനിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത്. ബഹ്റൈൻ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിച്ചത്. പശ്ചിമേഷ്യയിൽ ഓരോ ദിവസം കഴിയുന്നതോറും സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാനിലേക്ക് US ഇസ്രായേൽ സഖ്യം ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ടെഹ്റാനിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇറാനിൽ മരണം 1230 ആയെന്നാണ് സർക്കാർ ഏജൻസി പറയുന്നത്. ഹോർമൂസ് കടലിടുക്കടച്ചത് അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണെന്നും മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഇതുവഴി തടസ്സമില്ലാതെ പോകാമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാഖിലെ ഇർബിലിന്റെ പ്രാന്തപ്രദേശമായ അങ്കാവയിൽ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ റൈറ്റ്സ് ഓഫ് കൊളംബസ് അശരണർക്ക് വേണ്ടി നിർമ്മിച്ച അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഡോട്ടേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിന്റെ കോൺവെന്റിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.